ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, വൈഗ IPS എന്ന നോവലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈഗ IPSൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നോവലിലേക്ക് പോയാലോ? SP-യുടെ മുഖത്ത് ചിരിയുണ്ടായിരുന്നു. തന്നെ പരിഹസിക്കുകയാണെന്ന് രാജീവിന് മനസ്സിലായതായി ഭാവിച്ചില്ല. ഇതറിയാൻ വേണ്ടി മാത്രമാണോ നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ട് വക്കീൽ വന്നത്? SP ചോദിച്ചു. എന്ന് ചോദിച്ചാൽ രാജീവ് നിർത്തി. കക്ഷികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി താൻ എന്ത് കളിയും കളിക്കുമെന്ന് എനിക്കറിയില്ലട വക്കീലെ. SP ഉറക്കെ ചിരിച്ചു. അയാളെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് മടക്കി കൊണ്ടുപോകരുത്. ലോക്കപ്പിൽ ഒരു നിമിഷം പോലും ഇരുത്തരുത്. കൈവിലങ്ങിട്ട് തെളിവെടുപ്പിന് കൊണ്ടു നടക്കരുത്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് കോടതിയിൽ എത്തിച്ചു കിട്ടണം. ഇതല്ലേ ആവശ്യം? രാജീവ് വെറുതെ തർക്കിച്ചു. എടോ വക്കീലെ, അയാളുടെ പഴയ ഹിസ്റ്ററി നമ്മൾ നോക്കണ്ട, പുതിയത് നോക്കിയാൽ മതി. ഒരു കൊല നടന്നു, അതും സ്വന്തം മകളെ. അത്യന്തം ഗൗരവത്തിലായിരുന്നു SP. അതിനുശേഷമോ ചെയ്തു കൂട്ടിയതൊക്കെ ഒരു ബോൺ ക്രിമിനൽ വിക്രിയകളാണ്. അയാൾ ദയ അർഹിക്കുന്നില്ല. നിയമത്തിൻ്റെ കാരുണ്യം ഒരു തരിമ്പ് പോലും അയാൾക്ക് കിട്ടുകയില്ല. രാജീവിന് മനസ്സിലായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, താനിനി ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല. ഡോക്ടറുടെ കേസിൽ ഇദ്ദേഹം ശരിക്കും കടുംപിടുത്തക്കാരൻ തന്നെയാണ്. SP-യുമായിട്ടുള്ള സൗഹൃദം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഉച്ചഭക്ഷണം കഴിഞ്ഞ് SP വിൽസൺ തോമസ് ഓഫീസിലെത്തുമ്പോൾ 4:30 അപ്പോൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു വൈഗ. ഓഫീസിലേക്ക് കയറി തൻ്റെ സീറ്റിലിരുന്നുകൊണ്ട് SP ചോദിച്ചു, എന്താടോ വൈഗ? സർ. എതിരെ സീറ്റിലിരുന്നുകൊണ്ട് അവൾ അഖിലിനെക്കുറിച്ച് പറഞ്ഞു. കല്യാണിയിൽ നിന്നറിഞ്ഞതും പ്രതാപനും രേണുകയും പറഞ്ഞതുമൊക്കെ വിശദീകരിച്ചു. ആ പയ്യനെ ഞാൻ ഓർക്കുന്നു, SP ആലോചനയോടെ തുറന്നു. നമ്മളെന്ന ടെറസിൽ വെച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ മൊബൈലുമായി വന്നതല്ലേ? അതെ സർ. അന്നേ അവനിൽ എന്തോ പന്തികേട് തോന്നിയിരുന്നു. ഗോപനും ഞാനും അന്ന് പറഞ്ഞത് ഓർക്കുന്നോ? ഉവ്. അവൻ ദയയുടെ മുറച്ചെറുക്കനാണ്, ലവർ. അവൾ മരിച്ചതിൻ്റെ ഓവർ സങ്കടത്തിലാണെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് അവനെ തൽക്കാലം വിട്ടുകളഞ്ഞത്. അതുതന്നെയാണ് സർ. ദയയോട് അവന് സ്നേഹത്തിലുപരി ഒരുതരം ഭ്രാന്തായിരുന്നു, വൈഗ പറഞ്ഞു. യെസ്, ദയയുടെ മൊബൈൽ നമ്മളൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ആ മെസ്സേജൊക്കെ വായിച്ചതല്ലേ? അതെ സർ. അവൻ മടങ്ങിപ്പോയിട്ട് എന്തു ചെയ്യുകയാണെന്ന് അറിയില്ല. ഹോസ്റ്റലിലില്ലെന്നും ഹോസ്പിറ്റലിൽ ചെല്ലുന്നില്ലെന്നും കല്യാണി തീർത്തു പറയുന്നു. പക്ഷെ ഹോസ്റ്റലിലുണ്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ടെന്നും രേണുകാന്റിയും പ്രതാപങ്ങളും പറയുന്നു. വൈഗ ഉത്കണ്ഠയോടെ തുടർന്നു. ഇതിലേതാണ് ശരി? അഖിലിന് എന്തു പറ്റി? അതുടനെ അറിയണം സർ. ഓക്കെ, ഞാൻ ബാംഗ്ലൂർ പോലീസുമായി ഒന്ന് സംസാരിക്കാം. SP ഫോണിന് നേർക്ക് നീങ്ങി. സർ, വൈഗ വിളിച്ചു. SP മുഖം തിരിച്ചു. പെട്ടെന്നൊരു അന്വേഷണം, അതും പോലീസ് ചെന്നിട്ട് ഹോസ്റ്റലിൽ അത് പ്രോബ്ലം ആകും. ഒരു സെക്കൻഡിൽ ഇവിടെ രേണുകാന്റിയും പ്രതാപങ്ങളും അറിയും. അതുകൊണ്ട് SP അവരുടെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം ഇരുന്നിട്ട് പറഞ്ഞു, ഓക്കെ, എന്തു ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടിയാലുടൻ ഞാൻ വിളിക്കാം. താങ്ക് യു സർ. വൈഗ എഴുന്നേറ്റു. ബൈ ദ ബൈ വൈഗ, SP പറഞ്ഞു. സർ, നാളെ ഡോക്ടർ ഇത് ഡിസ്ചാർജ് ചെയ്യുകയാണ്. അറിയാം സർ, അവൾ പറഞ്ഞു. അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് കരുതിയതുപോലെ SP ഇരുന്നു. അച്ഛൻ്റെ രക്ഷയ്ക്കായി ഒരു വാക്ക്. ഒന്നുകിൽ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കോടതിയിൽ എത്തിക്കണമെന്ന്, അല്ലെങ്കിൽ കേസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ തൻ്റെ അച്ഛനാണെന്ന് പരിഗണന വേണമെന്ന്. വൈഗ പക്ഷേ സല്യൂട്ട് അടിച്ചു. എന്നിട്ട് തിരിഞ്ഞു നടന്നു. SP-ക്ക് തോന്നി ആ ചെറിയ പെണ്ണിൻ്റെ മുമ്പിൽ താൻ വീണ്ടും തോറ്റുവെന്ന്. വൈകുന്നേരം വൈഗ പ്രതാപൻ്റെ അരികിലെത്തി. അയാൾ മുറ്റത്ത് ഉലാത്തുകയായിരുന്നു. അഖിൽ വിളിച്ചില്ലേ അങ്കിൾ? ഇല്ലല്ലോ മോളെ, ഈ സമയത്ത് അവൻ വിളിക്കാറില്ലേ? അങ്ങനെ കൃത്യസമയമൊന്നുമില്ല, വിളിക്കും. വിളിച്ചാൽ കോൾ തന്നേക്കാം മോളെ, സൗമ്യമായി അയാൾ പറഞ്ഞു. ശരി. വൈഗ വീടിനുള്ളിലേക്ക് കയറി. അത് ശ്രദ്ധിച്ച് മാറി നിന്നിരുന്ന രേണുക മുറ്റത്തേക്ക് ഓടിയിറങ്ങി വന്നു. അവളെന്താ ചോദിച്ചത്? മോൻ വിളിച്ചോന്ന്. അവൾക്കെന്തോ സംശയം തട്ടിയിട്ടുണ്ട് രേണുക നടുങ്ങി. സ്വന്തം അച്ഛൻ്റെ കുറ്റം പോലും ക്ഷമിക്കാതെ
സൂത്രത്തിൽ കുരുക്കിട്ട് പിടിച്ച സമർത്ഥക്കാരിയാണ് അവൾ. അവളുടെ അടുത്ത ടാർഗറ്റ് നമ്മുടെ അഖില. പ്രതാപൻ വിറയലോടെ പറഞ്ഞു. എൻ്റെ ഈശ്വര. രേണുക പെടച്ചിലോടെ നെഞ്ചിൽ കൈവച്ചു. അധ്യായം 3. കഴിഞ്ഞ ദിവസവും ഞാൻ വന്നിരുന്നു ഡോക്ടർ, പക്ഷെ നിങ്ങൾ എന്നോട് സംസാരിച്ചില്ല. അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ കുറ്റവാളികളായ പേഷ്യൻസിനെ കിടത്തുന്ന പ്രത്യേക സെല്ലിലായിരുന്നു ഡോക്ടർ. പോലീസിൻ്റെ അനുവാദത്തോടെ ഡോക്ടറോട് സംസാരിക്കാനെത്തിയതാണ് വക്കീൽ. ഡോക്ടർ ബെഡിൽ ശില പോലെയിരുന്നു. തലയിൽ വട്ടത്തിൽ ബാൻഡേജ്, മുഴിഞ്ഞ ഷർട്ടിലും പാൻറ്റിലും ചോര വീണുണങ്ങിയ പാടുകൾ. നിർവികാരതയുടെ കറുപ്പാണ് മുഖത്ത്. കണ്ണിലെ കൃഷ്ണമണികൾ അനങ്ങുന്നതേയില്ല. ചുണ്ടുകൾ വരണ്ട് പൂപ്പൽ പിടിച്ചതുപോലെയായിരിക്കുന്നു. ഡോക്ടർ പ്ലീസ്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പുറത്ത് നെട്ടോട്ടമുടുന്ന ചിലരുണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ എന്നോട് സംസാരിക്കണം, സഹകരിക്കണം. നടന്നത് എന്താണെന്ന് തുറന്നു പറയാതെ എനിക്ക് എങ്ങനെ നിങ്ങളെ രക്ഷിക്കാനാവും? ഡോക്ടർക്ക് ചലനമില്ല. ഡോക്ടർക്ക് ദുർവാശിയാണെന്ന് രാജീവിന് മനസ്സിലായി. എങ്കിലും അയാൾ തുടർന്നു. ശരി ഡോക്ടർ, നിങ്ങൾ സംസാരിക്കണ്ട. എന്നോടൊന്നും പറയുകയും വേണ്ട. എന്നോട് മാത്രമല്ല, ഇനി ആരോടും നിങ്ങളൊന്നും പറയാതിരുന്നാൽ മതി. ഡോക്ടർ അപ്പോഴും അതേ പടിയിലായിരുന്നു. പോലീസ് നിങ്ങൾക്കെതിരെ പല കേസുകളും ചാർജ് ചെയ്യുന്നുണ്ടാവും. നിരവധി വകുപ്പുകൾ ചേർത്തേക്കാം. തെളിവുകൾ ഹാജരാക്കിയെന്ന് വരാം. പക്ഷെ എന്തു തന്നെയായാലും നിങ്ങൾ ആരെയും കൊന്നിട്ടില്ല, അബദ്ധത്തിൽ പോലും ചെയ്തിട്ടില്ല. തികച്ചും നിരപരാധിയാണ് നിങ്ങൾ. കേട്ടല്ലോ? ഡോക്ടറിൽ ചലനമുണ്ടായി. അയാൾ മുഖം തിരിച്ച് രാജീവിനെ നോക്കി. അതോടെ രാജീവിന് ഉത്സാഹമായി. നിങ്ങൾ അന്ന് ഡിപ്പാർട്ട്മെൻറ്റൽ മീറ്റിങ്ങിന് തിരുവനന്തപുരത്ത് പോയിരിക്കുകയായിരുന്നു. ഫ്രണ്ട്സുമൊത്ത് പാർട്ടി കൂടിയതുകൊണ്ട് നന്നായി മദ്യപിച്ചു. വന്നപ്പോൾ രാത്രി ഏറെ വൈകി. അതുകൊണ്ട് മിത്ര ഗർഭിണിയാണെന്ന വിവരം ഭാര്യയും മക്കളും നിങ്ങളെ അറിയിച്ചില്ല. വന്നപാടെ കിടന്നു. രാജീവ് നമ്പ്യാർ തുടർന്നു. നിങ്ങളെ വീട്ടിലുള്ള ആർക്കും അന്ന് ഉറക്കഗുളിക കൊടുത്തിട്ടുമില്ല. മിത്രയെയോ ധേയോ കണ്ടിട്ടുമില്ല. ഡോക്ടർ രാജീവിൽ നിന്നും കണ്ണുപറിച്ചില്ല. നന്നായി മദ്യപിച്ച് ബോധം കെട്ടുറങ്ങിയ ഡോക്ടർ പിന്നെ ഉണരുന്നത് തുടരെ ഫോൺ ബെൽ കേട്ടാണ്. ജില്ലാ ആശുപത്രിയിൽ നിന്നും ഒരു ബസ് അപകടത്തെക്കുറിച്ച് ഡോക്ടർ ടോമീസ് കറി വിളിച്ചറിയിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയ നിങ്ങൾ തിരികെ വരുന്നത് പുലർച്ചെ. അതിനിടയിൽ വീട്ടിൽ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഡോക്ടർ അതേ ഇരിപ്പു തന്നെ തുടർന്നു. ഡിസ്ചാർജ് ഷീറ്റ് കിട്ടി. വാതിൽ കടന്ന് 2 പോലീസുകാർ അകത്തേക്ക് വന്നു. പോകാം. അത് ഡോക്ടറോടായിരുന്നു. അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ പുറത്തേക്കിറങ്ങി. വരാന്തയിൽ വിഷാദത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു സാജനും പ്രതാപനും. മുറിയുടെ വാതിക്കൽ CI ഗോപനും മറ്റ് കോൺസ്റ്റബിൾമാരും ഉണ്ടായിരുന്നു. 2 പോലീസുകാർക്കൊപ്പം ഡോക്ടർ വാതിക്കലേക്ക് മെല്ലെ നടന്നു. CI കൂടെയുള്ള കോൺസ്റ്റബിൾമാർക്ക് ഓർഡർ നൽകി. അവൻ മുമ്പോട്ട് ചെന്ന് ഡോക്ടറുടെ കയ്യിൽ വിലങ്ങിട്ടു. അയ്യോ സാറേ, വിലങ്ങിട്ട് കൊണ്ടുപോകല്ലേ? പ്രതാപനും സാജനും സിയുടെ അടുത്ത് നിന്ന് സങ്കടത്തോടെ പറഞ്ഞു. CI അവരെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. മാറി നിൽക്കടോ. ഇരുവരും വിഷമത്തോടെ മാറി നിന്നു. വിലങ്ങിട്ട കൈകളുമായി കല്ലുപോലെ നിൽക്കുന്ന ഡോക്ടറെ അവർ കണ്ടു. സാർ, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? രാജീവ് CIയോട് സ്വകാര്യമായി ചോദിച്ചു. ഇതൊക്കെ ഒഴിവാക്കി ഒന്ന് നുള്ളി നോവിക്കുക പോലും ചെയ്യാതെയാ ഞങ്ങളെന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അതിനിടയിലാണ് അയാൾ ചാടിയത്. ആരോടൊക്കെയാണ് ഞങ്ങൾ സമാധാനം പറയുന്നതെന്ന് അറിയാമോ വക്കീലിന്? CI ചോദിച്ചു. തിരിച്ചു പോകുമ്പോഴും ഇയാൾക്ക് ചാടാൻ തോന്നിയാലോ? രാജീവ് മിണ്ടിയില്ല. പോകാം. CI പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. ഡോക്ടർക്ക് ചുറ്റും പോലീസുകാർ നിന്നു. ഒരു കവേർഡ് പോലീസ് ജീപ്പിലാണ് അയാളെ കയറ്റിയത്. ഇനിയും പുറത്തേക്ക് ചാടാതിരിക്കാൻ അത് ശ്രദ്ധിച്ച രാജീവും പ്രതാപനും നേർക്ക് തിരിഞ്ഞു. സ്റ്റേഷനിലുള്ള മുഴുവൻ പോലീസുകാരുടെയും കൈത്തിരിപ്പ് തീർക്കാനുള്ള കാര്യങ്ങളാണ് ഡോക്ടർ ചെയ്തു വെച്ചിട്ടുള്ളത്. 4 എണ്ണം നട്ടലിന് കൊടുത്താലും അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സാറേ, ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമോ? സാജൻ ചോദിച്ചു. കസ്റ്റഡിയുടെ അടുത്ത് 24 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ടാണ് ഹാജരാക്കേണ്ടത്. ഞാനത് SP യോട് സൂചിപ്പിച്ചതുമാണ്. പക്ഷേ അയാൾ വെട്ടിമാറിക്കളഞ്ഞു. നിയമം പറഞ്ഞ് അയാളെ പ്രകോപിപ്പിക്കണമെന്ന് കരുതി. പോലീസ് വിചാരിച്ച കൂനുമേൽ കുരുവാക്കാനാണ് പാട്. അതുകൊണ്ട് ഞാൻ അല്പം നയത്തോടെയാണ് നിന്നത്. സാജൻ്റെ മുഖത്ത് നിസ്സഹായത നിഴലിച്ചു. രാജീവ് ശ്രദ്ധിച്ചു. എന്ന് കരുതി നിങ്ങൾ വിഷമിക്കണ്ട. വേണ്ടി വന്നാൽ എടുത്തു പ്രയോഗിക്കാൻ
എൻ്റെ കയ്യിലും അസ്ത്രങ്ങളുണ്ടോ? അത് പറഞ്ഞിട്ട് അയാൾ ചോദിച്ചു, ജാമ്യം നിൽക്കുന്നത് നിങ്ങൾ രണ്ടാളും അല്ലേ? അതെ. കുറേ കൂടെ പണം കരുതേണ്ടി വരും. ബെയിൽ കണ്ടീഷനിൽ ചിലപ്പോൾ പണം കെട്ടിവെക്കാൻ പറയും. അപ്പോൾ ജാമ്യം കിട്ടും അല്ലേ സാറേ? സാജന വീണ്ടും പ്രത്യക്ഷയായി. രാജീവ് അവനെ നോക്കി. അല്ല സാറേ, കേസ് റിപ്പോർട്ട് തയ്യാറാക്കി ഹാജരാക്കുന്നത് SP അല്ലേ? അതുകൊണ്ടുള്ള പേടിയാണ്. ഈ നിലയിൽ അമ്മാവനൊരു റിമാൻഡ് കൂടി ഉണ്ടായ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കടോ. ഞാനിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ എല്ലാം കേട്ടു. ഒരു പ്രതീക്ഷ അയാൾക്കുണ്ട്. ഡോക്ടർ ബുദ്ധിമാനാണ്. അതുകൊണ്ട് ഉറപ്പ് റിമാൻഡ് ഉണ്ടാവില്ല, ജാമ്യം കിട്ടും. പ്രതാപനും ആശ്വാസമായി. സാജനും CI ഗോപകുമാറും കൂട്ടരും സ്റ്റേഷനിലെത്തിയതേ ഉള്ളൂ. അപ്പോഴാണ് SP കോള്. ഗോപ, ഡോക്ടർ നമ്മുടെ കസ്റ്റഡിയിലായിട്ടിത് 3-ാം ദിവസമാണ്. കൈമലർത്താനാവില്ല. കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ ആത്മഹത്യാ ശ്രമത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. സർ, ഗോപൻ ശ്രദ്ധയോടെ കേട്ടു. അതുകൊണ്ട് ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്തിയ അയാളെ കോടതിയിലെത്തിക്കണം. സർ. ഗോപൻ SP പറഞ്ഞത് ഗൗരവത്തിൽ ഉൾക്കൊണ്ടു. മിത്രയുടെ റൂമിലായിരുന്നു വൈഗ. പോലീസ് അന്ന് പരിശോധിച്ച് പൂർത്തിയാക്കി സീൽ വെച്ച നിലയിൽ തന്നെ എല്ലാമുണ്ട്. മിത്രയുടെ മുറിയിലെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഓൺ ചെയ്യണമെന്ന് വൈഗയ്ക്ക് തോന്നി. പാസ്വേഡ് അവൾക്കറിയാം. മിത്ര കമ്പ്യൂട്ടർ ഓപ്പൺ ആയപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞ ചിത്രം കണ്ട് വൈഗയുടെ നെഞ്ച് വിങ്ങി. മിത്രയും ദയവും അപ്പുറത്തും ഇപ്പുറത്തും താൻ നടുവിലുമായി പരസ്പരം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ. എന്താ ആഹ്ലാദമാണ് 3 മുഖങ്ങളിലും. മിത്രമോളെ, ദയക്കുട്ട, ഈ ചേച്ചിയോട് പറയടാ, നിങ്ങൾക്കെന്താ പറ്റിയേ? തേങ്ങുകയായിരുന്നു വൈഗ. അതിൻ്റെ ഫയലുകൾ ഒന്നൊന്നായി അവൾ എടുത്തു നോക്കി. ഫാമിലി ഫോട്ടോസ്, വീഡിയോകൾ, ഡൗൺലോഡ് ചെയ്ത് ചലച്ചിത്ര ഗാനങ്ങൾ, ആൽബങ്ങൾ, അതൊക്കെയുള്ളൂ, മറ്റൊന്നുമില്ല. വൈഗ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തു. മുറി പഴയപടി പൂട്ടി. തൻ്റെ റൂമിലേക്ക് കയറുമ്പോഴും താൻ അനിയത്തിമാരോടൊപ്പം ഇരിക്കുന്ന ആ ഫോട്ടോ തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ. മുറിയിൽ കബോർഡിനരികിലുള്ള ടേബിളിൽ ഒരു ടെക്സ്റ്റൈൽസിൽ പാക്കറ്റ്. വൈഗ കൈനീട്ടി അതെടുത്തു. തിരുവനന്തപുരത്തു നിന്നും അന്ന് താൻ വാങ്ങിയതാണ് 3 സാരികൾ. റോസ്, ഓറഞ്ച്, പീകോക്ക് ബ്ലൂ. നിറയെ കല്ലുകളും റെയിൻബോ സീക്വൻസുകളും തുന്നി വില കൂടിയ സാരികൾ. റോസ് സാരി ദയക്കുട്ടിക്കായിരുന്നു. ഓറഞ്ച് മിത്രമോൾക്കും, ബ്ലൂ തനിക്കും. മിത്രയുടെ ബർത്ത്ഡേ ആഘോഷം താൻ കാരണം മാറ്റിവെച്ചതിന് പകരമായി അവൾക്കും ദയക്കും കൊടുക്കാൻ വാങ്ങിയതാണ്. അവൾക്കൊപ്പം താനും സാരി ഉടുക്കും. എന്നിട്ട് അവരെയും കൂട്ടി ടൗണിലേക്ക് ഒരു ഇറക്കം, ഒരു കറക്കം, പിന്നെ ഷോപ്പിംഗ്. അങ്ങനെ അന്ന് താൻ എന്തൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ വൈഗ വീണ്ടും കണ്ണുനീരൊപ്പി സാരികൾ തിരികെ വെച്ച് കസേരയിലിരുന്നു. ടേബിളിൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു SP ഓഫീസിൽ നിന്നും കൊണ്ടുവന്ന മിത്രയുടെ ലാപ്ടോപ്പ്. വൈഗ അത് ഓണാക്കാൻ ശ്രമിച്ചു. റൂമിലെ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് അതേ പാസ്വേഡ് നൽകി. പക്ഷെ ഓണായില്ല. ഇതിൽ വേറെ പാസ്വേഡാണ് മിത്ര ഉപയോഗിച്ചിരിക്കുന്നത്. വൈഗ മിത്രയുടെ സ്പെല്ലിംഗ് തിരിച്ചും മറിച്ചും ഒക്കെ ടൈപ്പ് ചെയ്ത് നോക്കി. പിന്നെ സാധ്യതയുള്ള മറ്റു വാക്കുകളും കൊടുത്തു. അപ്പോഴൊന്നും ഓണായില്ല. മിത്ര എന്തിനാണ് ഈ ലാപ്ടോപ്പ് ഇത്രയേറെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്? വൈഗയുടെ കണ്ണുകൾ കുറുകി. അവൾ മൊബൈലെടുത്ത് സുമിത്രയുടെ നമ്പർ ഡയൽ ചെയ്തു. സുമിത്രേ, മിത്രയുടെ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് എന്താണെന്ന് മോൾക്കറിയോ? വൈഗ ചോദിച്ചു. എന്നോടൊന്നും ചോദിക്കില്ല വൈഗേച്ചി. സുമിത്രയ്ക്ക് കരച്ചിലായി. മിത്ര ഇപ്പോഴില്ല. പിന്നെ നീ എന്തിനിത് മറക്കണം? എനിക്ക് പേടിയാ. സുമിത്ര ശരിക്കും പേടിച്ച് കിതയ്ക്കുന്നത് പോലെ വൈഗ ഫോണിലൂടെ കേട്ടു. എന്തിനാ പേടിക്കുന്നത്? ഇന്നലെ ലാബിൽ നിന്നും വരുമ്പോൾ 2 പേര് ബൈക്കിൽ വന്ന് എന്നെ തടഞ്ഞു. വൈഗേച്ചി വന്നത് അവരറിഞ്ഞു. വൈഗേച്ചി എന്താ എന്നോട് ചോദിച്ചതെന്നൊക്കെ ചോദിച്ചു. എന്തെങ്കിലും പറഞ്ഞാൽ വെട്ടി തുണ്ടമാക്കുമെന്നും കത്തിക്കുമെന്നും പറഞ്ഞു. എന്തിന്? അവർക്കും മിത്രയ്ക്കും അറിയാവുന്ന എന്തോ ഒരു സീക്രട്ട് മിത്ര എന്നോട് പറഞ്ഞു എന്നവർ കരുതുന്നുണ്ട്. LITയിലെ സ്റ്റുഡൻസ് ആണോ? അറിയില്ല വൈഗേച്ചി. അറിയാതിരിക്കാൻ 2 പേരും ഹെൽമെറ്റ് വെച്ചിരുന്നു. സുമിത്ര ഇനി പേടിക്കണ്ട. കുട്ടിയെ ഇനി ആരും ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം, വൈഗ പറഞ്ഞു. കോൾ കട്ടാകാതെ തന്നെ ലാൻഡ് ഫോൺ എക്സ്റ്റൻഷനിൽ നിന്നും വൈഗ
കോഴിക്കോട്ടേക്ക് വിളിച്ചു, പോലീസ് സ്റ്റേഷനിലേക്ക്. കാര്യം ചുരുക്കി പറഞ്ഞിട്ട് മൊബൈലിലൂടെ അവൾ സുമിതയോട് പറഞ്ഞു, കുട്ടിയെല്ലാം കേട്ടല്ലോ, ഇനി നിന്നെ ഒരുത്തനും ഒരു തരത്തിലും ആരും ശല്യം ചെയ്യില്ല. താങ്ക് യു ചേച്ചി. സുമിതയുടെ സ്വരത്തിലെ ആശ്വാസം വൈഗ തിരിച്ചറിഞ്ഞു. ഇനി പറയും മോളെ, എന്താണ് മിത്രയുടെ പാസ്വേഡ്? വൈഗ ചോദിച്ചു. സോറി വൈഗേച്ചി, മിത്ര അതെന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. സുമിത തുടർന്നു. എന്നാലും ഒരു ഊഹം പറയാം. ഷാനു പ്രസാദ് എന്നൊന്ന് കൊടുത്തു നോക്ക്, ചിലപ്പോൾ ആകാൻ വഴികൊണ്ട്. വൈഗയ്ക്ക് തോന്നി സുമിതയുടെ ഊഹം ശരിയായിരിക്കുമെന്ന്. SP ഓഫീസിൽ വെച്ച് തന്നെ കണ്ടപ്പോൾ ഷാനു പ്രസാദ് പറഞ്ഞത് വൈഗയെ ഓർത്തു. അവൻ്റെ ഓരോ ശ്വാസത്തിലും മിത്രയുണ്ടെന്ന് അപ്പോൾ തോന്നിപ്പോയി. ആ നിലയ്ക്ക് മിത്രയുടെ അവസ്ഥയും അതുതന്നെ ആയിരുന്നിരിക്കാം. മറ്റാരോടും പറയാതെ ആ രഹസ്യം മുത്തുപോലെ അവൾ നെഞ്ചിൽ സൂക്ഷിച്ചിരിക്കാം. മിത്രയുടെ നാവിലും വിരൽത്തുമ്പിലും വരെ അവൻ്റെ പേരുണ്ടായിരുന്നിരിക്കണം. വൈഗ ഷാനു പ്രസാദ് എന്ന് ടൈപ്പ് ചെയ്യാനൊരുങ്ങുമ്പോൾ മൊബൈലിൽ ശബ്ദിച്ചു. CI ഗോപകുമാറാണ്. സ്റ്റേഷനിൽ നിന്നാണ് മാഡം. SP സാറ് പറഞ്ഞു, ഡോക്ടറെയും കൂട്ടി ഇപ്പോൾ തന്നെ തെളിവെടുപ്പ് നടത്തണമെന്ന്. ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. മാഡം വീട്ടിലുണ്ടോ എന്നറിയാൻ വിളിച്ചതാ. ഞാനിവിടെ ഉണ്ട്, വൈഗ പറഞ്ഞു. കോൾ കട്ടായി കഴിഞ്ഞപ്പോഴാണ് വൈഗ നടുക്കത്തോടെ ഓർത്തത്. അമ്മ. പോലീസ് അകമ്പടിയോടെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അമ്മ കണ്ട വൈഗ വേഗം താഴെയെത്തി. സാവിത്രിയും സതിയും രേണുകയും താഴെയുണ്ട്. വൈഗ അവരോട് വിവരം പറഞ്ഞു. ദേവികേച്ച് കണ്ടാൽ ആകെ പ്രശ്നമാകുമല്ലോ, സതി പറഞ്ഞു. അടുക്കളയില്ല, ഇന്നും സദ്യ ഉണ്ടാക്കിയാണ്, രേണുക പറഞ്ഞു. ഒന്നുകിൽ പുറത്തേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഉറങ്ങിയാലും മതിയായിരുന്നു, സാവിത്രി പറഞ്ഞു. സത്യേട്ടൻ അന്ന് ചെയ്തതുപോലെ ഒരു ഉറക്ക ഗുളിക കൊടുത്തങ്ങ് ഉറക്കിയാലോ, സതി ചോദിച്ചു. എൻ്റെ കയ്യിലുണ്ട് ഉറക്ക ഗുളിക. നിൻ്റെലോ? നിനക്കെന്തിനാ ഉറക്ക ഗുളിക? സാവിത്രി ചോദിച്ചു. സതി മറുപടി പറഞ്ഞില്ല. നിലവിലുള്ള ഘട്ടങ്ങളും മുമ്പോട്ടുള്ള ജീവിതവും ഓർത്താ ഉറക്ക ഗുളിക കഴിച്ചാൽ ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന സത്യം സതി ആരോടും പറഞ്ഞില്ല. അവൾ വേഗം ഒരു ഗുളികയെടുത്ത് ജ്യൂസിൽ കലർത്തി. പിന്നെ അതുമായി അടുക്കളയിലേക്ക് ചെന്നു. പപ്പടം കാച്ചുകയാണ് ദേവിക. സതി കയ്യിലിരുന്ന ജ്യൂസ് ദേവികയെ കുടിപ്പിച്ചു. പോലീസ് ജീപ്പ് എത്തുമ്പോൾ ദേവിക ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. വൈഗ ദീർഘമായി ഒന്ന് നിശ്വസിച്ച് അമ്മ കിടക്കുന്ന മുറിയുടെ വാതിലടച്ചു. അമ്പാടിയുടെ മുറ്റത്ത് പോലീസ് എത്തിയത് കാണാൻ അയൽക്കാരെത്തി നോക്കി. വണ്ടിക്കുള്ളിൽ മരവിച്ചതുപോലെ ഡോക്ടർ സത്യദാസ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വിലങ്ങ് മാറ്റിയത് CI ഗോപകുമാർ പറഞ്ഞു. ഡോക്ടറുടെ കയ്യിൽ നിന്നും ഒരു കോൺസ്റ്റബിൾ വിലങ്ങടിച്ചു മാറ്റി. ഡോക്ടർ വണ്ടിയിൽ നിന്നും മുറ്റത്തേക്കിറങ്ങി ആകെയൊന്ന് നോക്കി. തൻ്റെ വീട്, താനുണ്ടാക്കിയ വീട്, താനും ഭാര്യയും അമ്മയും തൻ്റെ 3 മക്കളും, സ്വർഗം പോലെയുള്ള അന്തരീക്ഷം. വരൂ, CI അകത്തേക്ക് ചെന്നു. പിന്നാലെ ഡോക്ടറെയും കൂട്ടി കോൺസ്റ്റബിൾമാരും. എൻ്റെ പൊന്നുമക്കളെ, അമ്മയ്ക്കിത് കാണേണ്ടി വന്നല്ലോടാ, ഈശ്വരി ഓട്ടി വന്ന് സത്യദാസിനെ കെട്ടിപ്പിടിച്ചു. സത്യദാസ് കരിങ്കല്ല് പോലെ നിന്നതേയുള്ളൂ. അമ്മച്ചി മാറി നിൽക്ക്, പോലീസ് ഈശ്വരിയെ പിടിച്ചു മാറ്റി. സതിയും സാവിത്രിയും കൂടി ഈശ്വരിയെ താങ്ങിപ്പിടിച്ച് മാറ്റി നിർത്തി. കരയല്ലമ്മേ. സാവിത്രി അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കൂടപ്പുറപ്പിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സാവിത്രിക്കും കരച്ചിൽ വന്നു. സതിയുടെ നിലയും മറച്ചിലായിരുന്നു. ഭിത്തിയിലേക്ക് ചാരി നിൽക്കുകയാണ് വൈഗ. തട്ടുകൊണ്ട ഒരു ചില്ലു പ്രതിമ പോലെ ഉടഞ്ഞു വീഴാൻ പാകത്തിന്. അവൾ അച്ഛനെ വിളിച്ചില്ല, അടുത്തേക്ക് ചെന്നതുമില്ല. മകളുടെ മുഖത്തേക്ക് ആ അച്ഛനെ നോക്കിയില്ല. ഓഫീസ് റൂം ആദ്യം തുറന്നു. പോലീസും ഡോക്ടറും അകത്തു കിടന്നു. തൻ്റെ സാമ്രാജ്യം. ഡോക്ടർ മിഴികളാകെ പരതി. മരുന്നുകൾ വയ്ക്കുന്ന കബോർഡുകൾ, ആ ഫ്രീസർ, താനിരിക്കുന്ന കസേര, തൻ്റെ മേശ, തനിക്കരികിൽ വന്നിരിക്കുന്ന രോഗികൾ, താൻ രക്ഷിക്കുന്ന ദൈവമാണെന്ന വിശ്വാസത്തിലുള്ള അവരുടെ നോട്ടം. ഇപ്പോൾ താൻ ആരെയും രക്ഷിക്കുന്ന ദൈവമല്ല, കൊല്ലുന്ന കാലനാണ്. മകളുടെ ജീവൻ എടുത്തവൻ, മകളുടെ കാമുകൻ്റെ ജീവൻ ചൂഴ്ന്നെടുക്കാൻ ശ്രമിച്ചവൻ, സ്വയം ജീവനെടുക്കാൻ ഒരുങ്ങിയവൻ. കുറ്റങ്ങൾ പലതാണ്, വകുപ്പുകളും. കൂടെ വന്ന പോലീസ് മുറി ആകെ തെരഞ്ഞു. കബോർഡുകളും മേശയും വലിപ്പുകളും മുക്കും മൂലയും ഒക്കെ പരിശോധിച്ചു. ഫ്രീസർ തുറന്ന് ഉള്ളു പരിശോധിച്ചു. ഡോക്ടർ എങ്ങനെയാണ് മകളെ കൊന്നത്? കത്തി കൊണ്ട് കുത്തിയിട്ടോ അതോ എന്തെങ്കിലും കൊണ്ട് തലക്കടിച്ചോ? CI ചോദിച്ചു. ഡോക്ടർ മിണ്ടിയില്ല.
മകൾ തനിയെ ഈ റൂമിലേക്ക് വന്നതോ അതോ മകളെ നിങ്ങൾ വിളിച്ചു വരുത്തിയതോ? CA ചോദിച്ചു. ബോഡി ഫ്രീസറിനുള്ളിൽ നിങ്ങൾ തനിയെ വെച്ചോ അതോ ആരെങ്കിലും സഹായിച്ചോ? ഡോക്ടർക്ക് മൗനം. ഫ്രീസറിൽ നിന്നും ബോഡി എടുത്ത് ആരുടെ കയ്യിലാണ് നിങ്ങൾ കൊടുത്തുവിട്ടത്? അതിനുമില്ല മറുപടി. CA ഗോപകുമാർ കലികൊണ്ട് പല്ല് കടിച്ചു. കൈകൾ കൂട്ടിത്തിരുമി. എന്നിട്ടും അതയാൾ അടക്കി. പോലീസ് ഡോക്ടറെയും കൂട്ടി മിത്രയുടെയും ദഹയുടെയും റൂമിൽ കയറി. പിന്നെ വീടിൻ്റെ പല ഭാഗങ്ങളിലും വളപ്പിലും പുറത്തെ മതിലിനരികിലും കൊണ്ടു നടന്നു. ഒടുവിൽ പോകാനിറങ്ങുമ്പോൾ CA വൈഗയോട് പറഞ്ഞു. ഫാദർ ഒട്ടും സഹകരിക്കുന്നില്ല. വൈഗ വേദനയോടെ മന്ദഹസിച്ചു. പോലീസ് ജീപ്പ് പോകുമ്പോഴും അകത്ത മുറിയിൽ ദേവിക ഉറങ്ങുകയായിരുന്നു. ഒന്നും അറിയാതെ. സാജൻ്റെ മൊബൈലിലേക്കാണ് അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ വിളിച്ചത്. ഡോക്ടറെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. മിക്കവാറും 3 മണിക്ക് കേസ് വിളിക്കും. ഓ, സാജൻ പരിസരത്ത് തന്നെയുണ്ട് സർ. ജാമ്യം എടുക്കാനുള്ളതെല്ലാം റെഡിയാണ്. സാർ എവിടെയാണ്? ഞാൻ വീട്ടിലുണ്ട്. 2:30 ഇറങ്ങും. 2:50 കോടതിയിലുണ്ട്. സാർ, ഞാനും പ്രതാപങ്ങളും കൂടി അങ്ങോട്ട് വരാം. സാറ് ഞങ്ങളുടെ കാറിൽ പോരുന്നതാണ് നല്ലത്. എന്താ? അമ്മാവൻ്റെ ജാമ്യം മുടക്കാൻ എന്തും ചെയ്യാനിറങ്ങിയിരിക്കുന്നവർ പലരല്ലേ സാർ. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ. സാജന് പേടിയാണോ? രാജീവ് ചിരിച്ചു. പേടിയുണ്ട്. 3 മണിക്ക് കേസ് വിളിക്കുമ്പോൾ വക്കീൽ കോടതിയിലില്ലെങ്കിലത്തെ സ്ഥിതി അറിയാലോ. പ്രതിയകത്താവും. എനിക്കറിയാടോ, രാജീവ് പറഞ്ഞു. നിങ്ങൾ ധൈര്യമായി കോടതിയിലേക്ക് പോയിക്കോളൂ. അഡ്വക്കേറ്റ് രാജീവ് ഈ ഭൂമിയിലുണ്ടെങ്കിൽ കേസ് വിളിക്കുമ്പോൾ കോർട്ടിലുണ്ടായിരിക്കും. പോരെ? സാജൻ മറുപടിയില്ലാതായിരുന്നു. 2:30 മണി. അഡ്വക്കേറ്റ് രാജീവിൻ്റെ കാറ് വീടിൻ്റെ ഗേറ്റ് കടന്ന് വഴിയരികിലേക്ക് ഇറങ്ങി. വേഗത്തിലത് മുന്നോട്ട് കുതിച്ചു. പകുതി കഴിഞ്ഞപ്പോൾ ഇടറോഡിൽ നിന്നും ഒരു ചുവന്ന കട്ട്ഷേസ് ജീപ്പ് മെയിൻ റോഡിലേക്ക് ഇറങ്ങി. വക്കീലിൻ്റെ കാറിനെ പിന്തുടർന്ന് അത് തക്കം നോക്കി ആഞ്ഞൊരു തട്ട്. വക്കീലിൻ്റെ ഫോർഡ് ഐക്കൺ റോഡ് സൈഡിലെ പാടത്തേക്ക് മറിഞ്ഞു. അധ്യായം 4. അമ്മേ. പുറത്തു പോകുന്ന വേഷത്തിൽ വൈഗ ദേവിക കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. ഉറങ്ങുകയാണമ്മ. ഉറക്ക ഗുളികയുടെ ശക്തി ഇപ്പോഴുമുണ്ട്. ഉറങ്ങുന്ന പിഞ്ചു പൈതലായിരിക്കുന്നു അമ്മ. അത്രയ്ക്ക് നിഷ്കളങ്കതയാണ് ആ മുഖത്ത്. അമ്മേ, വൈഗ വീണ്ടും വിളിച്ച് മെല്ലെ പറഞ്ഞു. അച്ഛനെ കോടതിയിൽ ഹാജരാക്കുകയാണ് ജാമ്യവാദത്തിന്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അമ്മ ക്രമമായി ശ്വാസമെടുക്കുന്നു. പോലീസ് അകമ്പടിയോടെ അച്ഛൻ ഈ വീട്ടിൽ വന്നതും ഇവിടമെല്ലാം മരിച്ചു പെറുക്കിയതും അറിഞ്ഞിട്ടില്ല പാവം. അമ്മ ഉറങ്ങിക്കോ. അമ്മയുടെ ഒട്ടും നര കയറിയിട്ടില്ലാത്ത മുടിയിഴകളിലും മുഖത്തും ഒരു കുഞ്ഞിനെ എന്ന വണ്ണം തലോടിക്കൊണ്ടവൾ പറഞ്ഞു. അമ്മയ്ക്കിപ്പോൾ വേണ്ടത് അച്ഛൻ്റെ സാമീപ്യമാണ്. ഈ മകൾ മടങ്ങി വരുമ്പോൾ ഒപ്പം അച്ഛനുണ്ടാവും അമ്മേ. കുനിഞ്ഞ് സിന്ദൂര പൊട്ട് തൊട്ട അമ്മയുടെ നെറ്റിമേൽ വൈഗ ഉമ്മ വച്ചു. വാതുക്കലേക്ക് നടക്കുമ്പോൾ അവളുടെ മിഴികൾ രണ്ടും തുളുമ്പിയിരുന്നു. അത് തുടച്ചുകൊണ്ട് ഹാളിലേക്ക് ഇറങ്ങുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ഈശ്വരി വയ്യാഞ്ഞിട്ടും കൊച്ചുമകളെ കാത്തു നിൽക്കുകയാണ്. രേണുകയും സാവിത്രിയും സതിയും കൂടെയുണ്ട്. അവന് ജാമ്യം കിട്ടുമല്ലോ മോളെ. ഇടറിപ്പൊട്ടിയ സ്വരമായിരുന്നു. ഉവ്വച്ചമ്മേ. സങ്കടം തിങ്ങിയ വൈഗ അച്ചമ്മയെ തന്നോട് ചേർത്ത് പിടിച്ച് തലോടി. ആരെങ്കിലും പകരം ജയിലിൽ കിടന്നാൽ മതിയായിരുന്നെങ്കിൽ എൻ്റെ മോന് പകരം ഈ കിഴവി പോയി കിടന്നേളായിരുന്നു എൻ്റെ മോളെ. ഈശ്വരി പൊട്ടിക്കരഞ്ഞു. രേണുകയും സാവിത്രിയും കണ്ണുകൾ തുടച്ചു. സതിയുടെ മുഖത്തും സങ്കടം നിറഞ്ഞു. കരച്ചിൽ പൊട്ടാതിരിക്കാൻ പാടുവിട്ട് വൈഗ പറഞ്ഞു. ഒരാൾ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷ മറ്റൊരാൾക്ക് കൈമാറാൻ നിയമമില്ല അച്ചമ്മേ. അമ്മ ഇങ്ങനെ കരയണതെന്തിനാ? സാവിത്രി അല്പം ഗർവോടെ പറഞ്ഞു. സത്യേട്ടനെ പുറത്തിറക്കാനുള്ള എല്ലാ കാര്യങ്ങളും സാജേട്ടൻ ഓടി നടന്നു ചെയ്തിട്ടുണ്ട്. മകളുടെ മരണം കാണുക, മക്കളെ പോലീസ് കയ്യാമം വെച്ച് കൊണ്ടുപോവുക, മഹാപാപം ചെയ്യുന്ന പെറ്റ തള്ളമാർക്കുള്ള ശിക്ഷയായതൊക്കെ. ഈശ്വര നെഞ്ചിൽ തല്ലിക്കരഞ്ഞു. ഞാനെന്ത് മഹാപാവമാ എൻ്റെ കൃഷ്ണ ചെയ്തേക്കുന്നേ. അച്ഛമ്മ കരയണ്ട. അച്ഛന് ജാമ്യം കിട്ടും. വൈഗ അവരെ തലോടി. നീ അച്ഛനെയും കൊണ്ട് വരുന്നവരെ ഞങ്ങളിവിടെ ഇരിക്കും, ജനപാലമില്ലാണ്ട്, ഈശ്വരി പറഞ്ഞു. വൈഗ മുറ്റത്തേക്കിറങ്ങി. കാറ് സ്റ്റാർട്ട് ചെയ്തു. കളക്ട്രേറ്റിലെ കോടതി മുറ്റത്തിനപ്പുറത്ത് കാറ് നിർത്തി ഇറങ്ങുമ്പോൾ നേരെ മുമ്പിൽ നിൽക്കുന്നു കാർത്തിക്.
വൈഗയുടെ മുഖത്തെ വേർപ്പ് തുള്ളികളും അയാൾ കണ്ടു. താനെന്തിനാ വിഷമിക്കുന്നേ? അയാൾ ചോദിച്ചു. അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാരല്ലേ വാദിക്കുന്നത്? പ്രോസിക്യൂഷൻ്റെ ഏത് തടസ്സവാദത്തെയും അയാൾ മറികടക്കും. ധൈര്യമായിട്ടിരിക്കടോ. വൈഗ ചിരിക്കാൻ ശ്രമിച്ചു. ഓഫീസിലിരുന്നിട്ട് ഇരിപ്പുറച്ചില്ല. അതാണ് ഞാൻ തന്നെ കാത്തു നിന്നത്. കാർത്തിക് തുടർന്നു. തന്നെ കണ്ടല്ലോ. കോടതിയുടെ ഭാഗത്ത് ഞാൻ വരുന്നില്ല. ആ സാജനുമായ ഒരു ഇഷ്യൂ ഇനി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഞാനിവിടെയുണ്ട്. എന്താവശ്യത്തിനും എന്നെ വിളിക്കാം. ഓക്കെ? ഉവ്വെന്നവൾ തലയാട്ടി. എന്നിട്ട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് നേരെ അവൾ നടന്നു. കാർത്തിക് അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ ഒപ്പം പോയി നിൽക്കാനും അവളുടെ സങ്കടം പങ്കിട്ടെടുക്കാനും കഴിയുന്നില്ലല്ലോ എന്ന് അയാൾ ഖേദിച്ചു. കലക്ട്രേറ്റിലെ 2ാം നിലയിൽ RDO ഓഫീസിൻ്റെ മുമ്പിലെ വരാന്തയിൽ നിൽക്കുകയായിരുന്നു ഡ്രൈവർ കൃഷ്ണൻകുട്ടി. കണ്ടു താഴെ കാർത്തിക് കാത്തു നിൽക്കുന്നതും വൈഗ വന്നിറങ്ങി സംസാരിക്കുന്നതുമെല്ലാം. ഡോക്ടർ രശ്മിയെ അവളുടെ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചേ തീരൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കൃഷ്ണൻകുട്ടി. മാഡം സാറിനെ എപ്പോഴാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? വൈഗ കോടതിയുടെ മുറ്റത്തെത്തിയപ്പോൾ കുറച്ചു പേര് അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അവൾ ശ്രദ്ധിച്ചു. DMA ഓഫീസിലെ ക്ലർക്കും കൂട്ടരുമാണ്. ഓഫീസിലെ മിക്കവാറും സ്റ്റാഫ് ആ കൂട്ടത്തിലുണ്ട്. അവരുടെ ഓഫീസറാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട തൻ്റെ അച്ഛൻ. DMO ഓഫീസിലെ സ്റ്റാഫ് മാത്രമല്ല, കലക്ട്രേറ്റിൽ ഡോക്ടർ സത്യദാസിനെ അറിയാവുന്ന മിക്കവരും കോടതി മുറ്റത്ത് അങ്ങിങ്ങായി കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. സഹതപിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരുമുണ്ട്. 2 പോലീസ് വാഹനങ്ങൾ കോടതിക്ക് മുമ്പിലേക്ക് വന്നു നിൽക്കുന്നത് വൈഗ കണ്ടു. മുമ്പിൽ നിന്നും വന്ന കോളേജിനുള്ളിൽ നിന്നും SP വിൽസൺ തോമസ് ഇറങ്ങുന്നു. അദ്ദേഹം CIയുടെ ഓഫീസിലേക്ക് പോയിട്ട് വരുന്നതാകാം. പിന്നിലെ ജീപ്പിൽ നിന്നും CI ഗോപകുമാർ ഇറങ്ങുന്നു. ആ ജീപ്പിനുള്ളിൽ വൈഗ അച്ഛനെ കണ്ടു. കൈകളിൽ വിലങ്ങുണ്ട്, കുനിഞ്ഞ ശിരസ്. അച്ഛനെ വളഞ്ഞ് പോലീസുകാർ ഇരിക്കുന്നു. ഉച്ചയ്ക്ക് മുമ്പ് തെളിവെടുപ്പിന് അമ്പാടിയിൽ പോലീസിനൊപ്പം വന്നതിനേക്കാൾ പരവശനായിരുന്നു അച്ഛൻ. സ്നേഹനിധിയായിരുന്ന പഴയ അച്ഛൻ്റെ പ്രേതം. പോലീസ് ജീപ്പ് വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ കൂട്ടം കൂടി നിന്നിരുന്നവർ അങ്ങോട്ട് ഓടി. ഗർഭിണിയായ മകളെ കൊന്ന അച്ഛനെ കാണാൻ, കുറ്റവാളിയായ തങ്ങളുടെ ഓഫീസറെ കാണാൻ. അതിനിടയിൽ പത്രക്കാരുണ്ട്. പോലീസ് എല്ലാവരെയും മാറ്റി നിർത്തുന്നു. CI ഗോപകുമാർ കേസ് റിപ്പോർട്ടുമായി പബ്ലിക് പ്രോസിക്യൂട്ടർ അലക്സ് തോമസിൻ്റെ ഓഫീസ് റൂമിലേക്ക് കയറുന്നു. വൈഗ വീണ്ടും പോലീസ് ജീപ്പിൻ്റെ നേർക്ക് നോക്കി. ആളുകൾ കൂടി നിൽക്കുന്നതുകൊണ്ട് അച്ഛനെ അവൾക്ക് കാണാനേ വയ്യ. IPS ട്രെയിനിങ്ങിന് പോകാനിറങ്ങുമ്പോൾ അച്ഛൻ പറഞ്ഞത് വൈഗ ഓർത്തു. ധൈര്യമായിട്ട് പോയിക്കോളും മോളെ, ട്രെയിനിങ് വേഗം പൂർത്തിയാക്കിക്കോ. ഒരു പോലീസ് ഓഫീസർ നമ്മുടെ വീട്ടിലുണ്ടാകട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഒരു കേസ് ഉണ്ടായാൽ രക്ഷിക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ? പക്ഷെ വേണ്ടപ്പെട്ടവർക്കല്ല. അച്ഛന് തന്നെ ഒരു കേസുണ്ടായിട്ട് താൻ ചെയ്തതെന്താണ്? രക്ഷിച്ചോ? ശിക്ഷിക്കുകയല്ലേ ചെയ്തത്? വൈഗയ്ക്ക് സങ്കടം വന്നു. അറസ്റ്റ് നടന്നിട്ട് അച്ഛനെ മുഖാമുഖം കണ്ടിട്ടില്ല, സംസാരിച്ചില്ല. അവൾക്ക് തോന്നി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്ന്, ഒന്ന് സമാധാനിപ്പിക്കണമെന്ന്. പക്ഷെ നിൽക്കുന്നിടത്തു നിന്നും പാദം പറയുന്നതേയില്ല. നേരത്തെ ഗൗരവത്തിൽ പറഞ്ഞു. ഡോക്ടറെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും ഞാൻ ശ്രദ്ധിച്ചു. അച്ഛനു വേണ്ടി താൻ ഒരു ഫേവറും ആവശ്യപ്പെട്ടില്ല. താനൊരു പോലീസ് ഓഫീസർ മാത്രമല്ല, ഒരുപാട് സ്നേഹമുള്ള ഒരു അച്ഛൻ്റെ മകൾ കൂടിയാണെന്ന് എനിക്കറിയാം. തൻ്റെ ധർമ്മസങ്കടവും അറിയാം. പക്ഷേ നമ്മളൊക്കെ നിയമപാലകരാ അല്ലേടോ? അവൾക്ക് കണ്ണുകൾ നനയുന്നുണ്ടെന്ന് തോന്നി. ഡോക്ടറെ ഇന്ന് കോടതിയിൽ നിന്ന് ഹാജരാക്കണമെന്നേ ഉള്ളൂ. അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാൽ തിരിച്ചു കൊണ്ടുപോകാം. മാത്രമല്ല, അന്നേ ദിവസം തന്നെ നടന്ന ദയാവധക്കേസിൻ്റെ അനുബന്ധ കേസായി ലിങ്ക് ചെയ്താലും പ്രശ്നമാവും. പക്ഷെ ഞാനത് രണ്ടും ചെയ്യുന്നില്ല. SP സൗമനസ്യത്തോടെ തുറന്നു. മിത്രയുടെ മരണവും തെളിവെടുപ്പും പൂർത്തിയാക്കിയാണ് ഹാജരാക്കുന്നത്. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുമില്ല. പോരെ സർ? വൈഗ വിനയാതീതയായി. ശരിയാണ്, ഒരേ രാത്രിയിൽ ഒരു വീട്ടിൽ നടന്ന 2 കൊലപാതകങ്ങൾ. പരസ്പരം ലിങ്ക് ചെയ്താൽ രണ്ടിൻ്റെയും അന്വേഷണം പൂർത്തിയാവുന്നതുവരെ കിട്ടിയ പ്രതിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കോടതി അനുവദിക്കും. അവൾ നന്ദിയോടെ SPയെ നോക്കി. പുഞ്ചിരിയോടെ അദ്ദേഹം പോകാൻ തിരിഞ്ഞു. അതിനിടയിൽ പെട്ടെന്ന് ഓർത്തതുപോലെ പറഞ്ഞു, ആ അഖിൽ പ്രതാപ്, അവൻ ബാംഗ്ലൂരെ ഹോസ്റ്റലിൽ തിരികെ ചെന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ സർ, അവൻ വിളിക്കുന്ന കോൾസ്? വൈഗ ഹമ്പരുന്നു. കോൾസ് കോളേജ് പരിസരത്ത് നിന്ന് തന്നെ. പക്ഷെ അവനെ ആരും കണ്ടിട്ടില്ല, ഹോസ്റ്റലിലും ചെന്നിട്ടില്ല. അവൾക്ക് ഭീതി തോന്നി.
അവിടുത്തെ പോലീസിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പയ്യനെ ട്രേസ് ചെയ്യാൻ പറ്റും. SP പിന്മാറി. അഖിലിന് എന്ത് പറ്റിയെന്ന ഭീതിയും ഒരു തീക്കട്ടയായി നെഞ്ചിലേറ്റുമ്പോഴാണ് പ്രതാപനും സാജനും കൂടി അവളുടെ അരികിലേക്ക് ഓടി വന്നത്. മോളെ, ആ അഡ്വക്കേറ്റ് ഇതുവരെ വന്നിട്ടില്ല. സമയം 2:55. വക്കീൽ ഇതുവരെ വന്നില്ലേ? വൈഗ പരിഭ്രമിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഒരു വീട്ടിലുണ്ടായിരുന്ന 2 കൊലപാതകങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നോവലിൻ്റെ തുടർ ഭാഗങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒരു വാഡ് വെതറിലാണ് ഞാൻ ഇതിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നോയ്സുകൾ ഒരുപാട് നമ്മളെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് എന്നറിയാം. സദയം ക്ഷമിക്കുമല്ലോ. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും ഒരിക്കൽ കൂടി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.